ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നെവിനാണ്. അപ്പോൾ നെവിൻ ആദ്യം എഴുന്നേറ്റു, മറ്റാരും എഴുന്നേറ്റില്ല. അപ്പോൾ നെവിൻ അവിടെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വൈൽഡ് കാർഡിൽ പ്രധാനിയായിട്ടുള്ള പ്രവീൺ എഴുന്നേറ്റ് നെവിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ നെവിൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്യണ ലാലിട്ടറെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും എന്നൊക്കെ നെവിൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ മറ്റാരും എഴുന്നേൽക്കാത്തത് കൊണ്ട് തന്നെ ക്യാമറയുടെ ഫോക്കസ് മുഴുവൻ നെവിൻ്റെ അടുത്താണ്. അപ്പോൾ നെവിൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നെവിനെ മാനസികമായി തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവീൺ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പ്രവീൺ പറയുന്നത്, പുറത്ത് വച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, ഈ വീട്ടിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു നീ എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴോ? അപ്പോൾ ഇയാൾ പ്രവീൺ പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നീ ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഗെയിം കാണുന്ന ഒരു പ്രേക്ഷകന് നീ ഭയങ്കര അബ്നോർമലായിട്ട്, അല്ലെങ്കിൽ നീ ഭയങ്കര വൾഗറായിട്ടൊക്കെ തോന്നാറുണ്ട്. നിൻ്റെ പെർഫോമൻസ് നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്നെപ്പോലെ തന്നെയാണ് ഭൂരിപക്ഷം ആളുകൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ പ്രവീൺ നെവിനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട പാടെ നെവിൻ മാനസികമായിട്ടൊന്ന് തകരാൻ വേണ്ടിയാണ് പറയുന്നത്. കാര്യം ക്യാമറ അവരെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം മറ്റാരും അവിടെ എഴുന്നേക്കാത്തതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടൻറ് ആണെന്ന് അവർക്ക് അറിയാം രണ്ടുപേർക്കും. അപ്പോൾ നെവിൻ മെൻ്റലി ഡൗൺ ആയി. അപ്പോൾ നെവിൻ പെട്ടെന്ന് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് നെവിൻ അവിടെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും പ്രവീൺ പറയുന്നത്, നെവിന് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്ക് ഒരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, ലാലേട്ടൻ വരുമ്പോൾ മറ്റൊരു സ്വഭാവം, അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു സ്വഭാവം ഇല്ലാത്ത ഫേക്കായി നിൽക്കുന്ന ഒരാളാണ് എന്നാണ് എപ്പിസോഡ് കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമില്ലാതായതെന്നൊക്കെ പ്രവീൺ നെവിനോട് പറയുന്നുണ്ട്. എന്തായാലും ഇത് നെവിനെ തകർക്കാൻ വേണ്ടിയുള്ളൊരു ഗൂഢ ഉദ്ദേശമാണെന്ന് മനസ്സിലായി. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.